ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു 11:45 ആയപ്പോൾ തൊട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പൊ സമയം ഏകദേശം ഒരു 2:30-2:45 ആയിട്ടുണ്ട്. 2-3 ദിവസത്തെ പെൻഡിങ് ഉണ്ട്. അത് മൊത്തം എഴുതി തീർക്കാൻ വേണ്ടിട്ട് ഇരുന്നതാ. അതിന്റെ ഇടയിലാണ് ഒരു പൂതി വന്നത്. ക്ലാസ്സിന് പോയിരുന്ന സമയത്ത് ഉച്ചവരെ ക്ലാസ് ഉണ്ടാവാറുള്ളൂ. നട്ടപ്പാര വെയിലത്താണ് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്നത്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടാവട്ടാ. ഞങ്ങൾ ഒരുമിച്ചാണ് പോണതും വരുന്നതും. മിക്ക ദിവസങ്ങളിലും ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോണത് പപ്സും ജീരകസോടയും കുടിക്കാനും. എന്നാ പിന്നെ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. 3:30 ആകുമ്പത്തിന് ഒരാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ് വരും. അപ്പൊ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. സോഡ ഇരിക്കുന്നുണ്ട്, പപ്സിന്റെ ഷീറ്റ് ഇരിക്കുന്നുണ്ട്. ഒരു പൂതി തോന്നിയതല്ല, അപ്പൊ എന്തായാലും ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വേഗം ബുക്കൊക്കെ മടക്കി വെച്ചിങ്ങാണ്ട് നേരെ അടുക്കളയിൽ കയറി. ഫ്രീസറിൽ നിന്ന് പപ്സിന്റെ ഷീറ്റ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. 2 മുട്ട എടുത്തിങ്ങാണ്ട് നേരെ കുക്കറിലിട്ട് പുഴുങ്ങാനും വെച്ച്. അതാകുമ്പോ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒറ്റൊരു വിസിൽ മതി. പപ്സും നാരങ്ങ വെള്ളമാണ് ഇട്ടാ ശരിക്കും കോമ്പിനേഷൻ പറയാ. പക്ഷെ അതിനേക്കാളും ടേസ്റ്റാണ് പപ്സും ജീരകസോടയും. ഇനിയിപ്പോൾ അതിൽക്ക് മസാല വേണ്ടേ, അതിനുള്ളതൊക്കെ വെറുതെ എടുത്തു വെച്ചിട്ടുണ്ട്. തക്കാളി, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. പച്ചമുളകും ഉണ്ട്. ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞിങ്ങാനിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഞാനൊരു പ്രാവശ്യം നാട്ടിലുള്ള സമയത്ത് ഞങ്ങൾ തീരെ ഒഴിവാക്കാത്ത സാധനമാണ് ഈ ജീരകസോടയും അതുപോലെ തന്നെ ചായയും. എല്ലാ ദിവസവും വൈകുന്നേരം പുറത്തു പോയിട്ടുള്ള ആ ഒരു ചായ പതിവാണ്. ഇവിടെ നമുക്ക് അങ്ങനെ ജീരകസോട കിട്ടൂല കേട്ടാ. ഒരു വട്ടം ലുലുവിൽ പോയപ്പോഴേ അവിടെ ഗോലി സോഡ ഇല്ലേ, അതിൻ്റെ കുറേ ബോട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ പലതരം സോഡകളുണ്ട്. അപ്പോൾ അവിടെ ആ ബോട്ടിൽ ജീരക സോഡ എന്നും കണ്ടായിരുന്നിട്ടാ. അപ്പം നമ്മളായിരിക്കുന്ന കുപ്പികളിൽ കുറേ നോക്കി ജീരക സോഡ, അത് മാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാളെ വിളിച്ചിങ്ങായിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ജീരക സോഡ കഴിഞ്ഞെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അത് നാട്ടിൽ അതേ ടേസ്റ്റാണോ കിട്ടണേന്നൊന്നും അറിയില്ല. അത് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ ജീരക സോഡ ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ. ഇതിനകത്ത് ഞാൻ പപ്സിൻ്റെ വീഡിയോ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പപ്സിൻ്റെ വീഡിയോ മുമ്പ് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ജീരക സോഡയുടെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാട്ടാ. ഇതങ്ങനെ ഭയങ്കരമായിട്ട് കുടിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ ഞങ്ങൾക്കറിയാം. എന്നാലും നാട്ടിലൊക്കെ ചെല്ലുമ്പോഴല്ലേ അത് കിട്ടുള്ളൂ. അപ്പം അത് കാണുമ്പോൾ അതങ്ങോട്ട് മേടിച്ച് കുടിക്കും. കഴിഞ്ഞ തവണ പോയപ്പോൾ അതിനും വേണ്ടി കഴിഞ്ഞിട്ട് ജീരക സോഡനേക്കാളും പ്രാന്തായിരുന്നു കേട്ടോ ക്യാമറയുടെ സിപ്പപ്പും അതുപോലെ തന്നെ ഐസ്ക്രീമും. അതൊരു വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ 2 പേരും അതിന് അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. സിപ്പപ്പൊക്കെ ഞങ്ങൾ കുറേ മേടിച്ചിങ്ങാണ്ട് നേരെ ഫ്രീസറിൽ കൊണ്ടുവയ്ക്കും. അത് ഇരുന്ന് കുടിക്കും. അതിനുള്ളത് കഴിഞ്ഞ വെക്കേഷന് കിട്ടുകയും ചെയ്ത് ആഴ്ചയിൽ ഡോക്ടറെ അടുത്ത് പോക്കായിരുന്നു. വെറും കഫക്കെട്ടും പനിയും തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ചീത്ത അറിയാൻ തുടങ്ങി. അങ്ങനെ ഐസ്ക്രീം പ്രാന്തൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ ക്യാമറയുടെ ഐസ്ക്രീമിനും സിപ്പപ്പിനും ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ കൂടുതൽ കഴിച്ചിരുന്നത് സിപ്പപ്പാണ്. അതിൻ്റെ ഇടയിൽ ഇതെല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്തിരിക്കോളം വെളുത്തുള്ളിയും ഇഞ്ചിയല്ലേ വേണ്ടത്. അതിനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ടുങ്ങായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഇത്തിരിക്ക് വേണ്ടി ഇനി മിക്സിയുടെ ജാറെടുത്ത് പിന്നെ അത് ചതച്ച് അത് കഴുകി അയലുമ്പോൾ അത് ഇതുമ്പോൾ തന്നെ ഇട്ട് ചതച്ചെടുക്കണതാ. അങ്ങനെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പുഴുങ്ങാൻ വെച്ചിരുന്ന മുട്ടയില്ലേ, അത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്ന് നേരെ എടുത്തുങ്ങാനിട്ട് തണുത്ത വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പപ്സിൽക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ജീരക സോഡയ്ക്കുള്ള സംഭവം ഇരിക്കുന്നുണ്ട്. പാനൊന്ന് ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ, ഒരു ബ്രൗൺ കളർ ആവണ വരെ. പപ്സ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരടെ വെച്ചിട്ട് കഴിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേല് മൊത്തമാവും. അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. സവാളൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരുന്ന സമയത്താണ് നമ്മൾ ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. നൈസായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ. തക്കാളിയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ചെറുതാക്കി അരിഞ്ഞ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീരക സോഡയിലേക്ക് വേണ്ട സംഭവം ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വലിയ പണിയൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാധനമാണ്. അത് നമുക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷോർട്സിൽ പറയാം. അപ്പോൾ തക്കാളി സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി,
കുരുമുളക് പൊടി, ഇത്രയും പൊടികളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പച്ചമണവും ആ കുത്തൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരിത്തിരിക്കോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ മസാല കുറച്ചൊന്ന് ഒരു കുഴമ്പ് രൂപത്തിൽ കിട്ടും കേട്ടോ. ഒട്ടും ചാറുണ്ടാവാൻ പാടില്ല, അന്ന് നല്ല കുഴഞ്ഞിരിക്കണം. അങ്ങനെ നമ്മുടെ പപ്സിൽക്ക് വേണ്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ ആ മുട്ടയൊക്കെ ഇവിടെ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കണം. മുട്ട ഈ പറഞ്ഞ മാതിരി പാത്രത്തിലിട്ട് പുഴുങ്ങാൻ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ നേരം പിടിക്കും. ഞാനതുകൊണ്ട് കൂടുതലും കുക്കറിലിട്ടുങ്ങാണ്ട് ഒറ്റ വിസിലടിച്ചെടുക്കും. അങ്ങനെ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട ഉടച്ചൊഴിക്കണം കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് പപ്സിൻ്റെ ഷീറ്റ് മടക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഫുള്ളൊന്നും വേണ്ട, ചെറിയൊരു തൊണ്ട അതിനകത്ത് വേണം. അപ്പോൾ അതെടുത്ത് മാറ്റിയതാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പപ്സ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം. ഇതുപോലൊരു ഷീറ്റിൻ്റെ പാക്കറ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മളിത് ഉണ്ടാക്കണേലും കുറേ മുന്നേ തന്നെ ഇതെടുത്ത് പുറത്ത് വയ്ക്കണം. കാരണം ഇത് ഐസ് വിട്ടിട്ടാണ് നമുക്ക് അതുമെന്ന് അടർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ അടർത്തിയെടുക്കുമ്പോൾ അത് ഒടിഞ്ഞു പോകും. നമുക്ക് ശരിക്കും മടക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നന്നായിട്ട് ഐസ് വിട്ടിട്ടാണ് നമുക്ക് ഇതുമെന്ന് അടർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുറച്ചാളായിട്ട് നമ്മൾ പപ്സ് കൂടുതലായിട്ടും വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വീട്ടിലിത് ഉണ്ടാക്കി കഴിച്ച് തുടങ്ങിയ പിന്നെ പുറത്തുനിന്ന് ഞങ്ങളിത് അങ്ങനെ വലിയതായിട്ട് വാങ്ങാറില്ല. കൂടുതലും വീട്ടിലുണ്ടാക്കണ തന്നെയാണ് കേട്ടോ ഇഷ്ടം. ഈ ഷീറ്റിൻ്റെ തണവ് നല്ലോണം ഒന്ന് പോയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുമെന്ന് മുഴുവനായിട്ട് ഐസ് വിട്ടിട്ടില്ല, കുറച്ചും കൂടെ വിടാനുണ്ട്. അപ്പം ഞാനത് നേരെ ഒരു ബട്ടർ പേപ്പറിലേക്ക് നിരത്തി വെച്ചിട്ട് ബാക്കിയുള്ള ഷീറ്റ് ഇതുപോലെ തന്നെ എടുത്തുങ്ങാട്ട് നേരെ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കണം. ഇപ്പം ഇത് ഐസൊക്കെ മുഴുവനായിട്ട് വിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ഷീറ്റായിട്ട് എടുത്തുങ്ങാട്ട് ഉണ്ടാക്കി തുടങ്ങാം. ഈ ഐസ് വിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മടക്കി കൊടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് ഇരിക്കൂല, അതാണ് പ്രശ്നം. ഇനി നമുക്ക് ഓരോ ഷീറ്റിൻ്റെ നടുവിലേക്ക് കുറച്ചീശ മസാല വെച്ച് കൊടുക്കാം. പപ്സിൽ അധികം മസാല ആക്കിയിട്ട് കഴിക്കുന്നത് വലിയ ടേസ്റ്റൊന്നുമില്ല കേട്ടോ. മസാല എപ്പോഴും കുറച്ച് വയ്ക്കണതാണ് നല്ലത്. ഇനി ഈ മസാലയുടെ മുകളിലായിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ടയില്ലേ, അതൊരെണ്ണം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ രീതിയിൽ നമുക്കൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ. മടക്കി കൊടുക്കുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങനെ തുറന്നിരിക്കും. ഈ ഷീറ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷെ നല്ല മെനക്കേടാണ്. അത്യാവശ്യം നല്ല പണിയുണ്ട് ഈ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതും ചിലപ്പോൾ നമ്മളിങ്ങനെ ബേക്ക് ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റ് ആയെന്ന് വരില്ല. എനിക്ക് അങ്ങനെ ആവാറില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലും ഇങ്ങനത്തെ മേടിക്കുന്ന ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. കൂടുതലൊന്നുമല്ല, അത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാറുള്ളത്. മറ്റേ ഷീറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു പണിക്ക് നിൽക്കാറില്ല. പിന്നെ അതിൻ്റെ നാലറ്റത്തും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടല്ല, ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര ഉള്ളൂ കേട്ടോ പണി. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാണ്. ഒരു നല്ലൊരു 4 മണി പലഹാരമാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും ഉണ്ടാക്കി വെക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഒരു ഷീറ്റ് മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അത്യാവശ്യം ഉണ്ടാവും. ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനകത്തേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ പപ്സും അതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓവനിലും ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ നമുക്ക് ഗ്യാസുമ്മലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഗ്യാസും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫ്രൈ പാൻ നല്ല ചൂടാക്കുക. അതിനുശേഷം അതിൻ്റെ അടിയിലൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഈ ചൂടായ ഫ്രൈ പാൻ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഓരോ പപ്സും അതിനകത്ത് വെച്ചിങ്ങാണ്ട് അടച്ചു വെച്ചിട്ട് ആക്കിയെടുക്കുക. പക്ഷെ നമ്മൾ ഈ ബേക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഗ്യാസുമ്മ ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ കിട്ടൂല കേട്ടോ. അങ്ങനെ ഇവിടെ നമ്മുടെ 4 പപ്സും ആയിട്ടുണ്ട്. നേരെ എയർ ഫ്രയറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയില്ലേ, അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് പരത്തി കൊടുക്കണം. ഒരു ബ്രഷ് വെച്ചിങ്ങായിട്ട് ഇതുപോലെ ഒന്ന് മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അധികം ഓവറായിട്ട് ഇങ്ങായിട്ട് ഒഴിച്ച് പോകരുത്. ജസ്റ്റ് അതുമൊന്ന് പരത്തി കൊടുക്കുന്ന പരുവത്തിലാണ് കേട്ടോ ചെയ്യേണ്ടത്. അങ്ങനെ 4 ഇതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റാക്കി എടുക്കാം. നേരെ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതാണ് എയർ ഫ്രയറിലെ കുക്കിംഗ് ടൈം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒപ്പം ജീരകസോഡയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ.